എൻ്റെ പേര് ശ്രീസൻ. ഞാൻ ട്രിവാൻഡ്രത്ത് ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. കോവിഡും ലോക്ക്ഡൗണുമായിട്ട് സ്കൂളിൽ പോകാനോ പഠിക്കാനോ പറ്റാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഹെൽപ്ഫുൾ ആകുന്ന ഒരു ഓൺലൈൻ മാത്സ് ക്ലാസ്സിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് ലൈവിൽ വന്നിട്ടുള്ളത്. എൻ്റെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ ഞാൻ ആവറേജ് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു. പൊതുവെ എനിക്ക് മാത്സ് കുറച്ച് ടഫായിരുന്നു. എനിക്ക് ആ ടൈമിൽ വളരെ ഹെൽപ്ഫുൾ ആയത് ഷിനു സാറിൻ്റെ മാത്സ് ക്ലാസ്സാണ്. സാറിപ്പോൾ 10th-ൻ്റെയും +1 +2-ൻ്റെയും ബിടെക്കിൻ്റെയും ഓൺലൈൻ മാത്സ് ക്ലാസ് എടുക്കുന്നുണ്ട്. സോ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സാർ ബാക്കിയുള്ള ടീച്ചേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പം വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചിങ് സ്റ്റൈലാണ് സാറിൻ്റേത്. സോ വിത്ത് 100% കോൺഫിഡൻറ്റ് ഐ ക്യാൻ റെക്കമെൻഡ് യു ഷിനു സാർ ക്ലാസ് ആൻഡ് ഐ ക്യാൻ അഷ്യൂർ യു ദാറ്റ് യു വിൽ ബി ഏബിൾ ടു സ്കോർ വെരി ഗുഡ് മാർക്സ് ഇൻ മാത്സ്. സോ ബെസ്റ്റ് വിഷസ്, ബി സേഫ് അറ്റ് ഹോം. താങ്ക് യു. നമസ്കാരം, ഞാൻ ഷിനു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10th ICSE ട്രിഗണോമെട്രിയിലെ 2nd ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഒരു ഫ്രാക്ഷനായ a/b റെസിപ്രോക്കൽ ബേസിൽ എക്സ്പ്രസ് ചെയ്യുന്ന മെത്തേഡാണ്. a/b = 1/b/a. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പ്രോബ്ലമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് 9th പഠിച്ച കോഷ്യന്റ് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. sin θ by cos θ tan θ cos θ by sin θ cot θ. ഇതും കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. പ്രൂവ് ദാറ്റ് cos a by 1 minus sin a equal to ck plus tan. First time write the LHS. Cos A by 1 minus sin A. അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട റൈറ്റ് പാർട്ടാണ്. ഈ റൈറ്റ് പാർട്ട് എന്ന് പറയുന്നത് CK പ്ലസ് ടാനിയാണ് വന്നിരിക്കുന്നത്. CK പ്ലസ് ടാനി എന്ന് പറയുമ്പോൾ അതിനകത്ത് സീക്ക് എന്ന് പറയുന്നത് ഒരു റെസിപ്രോക്കൽ റിസൾട്ട് ആണ്. ആരുടെയാണ്? കോസിന്റെ റെസിപ്രോക്കൽ റിസൾട്ട് ആണ്. സീക്ക് കോസിന്റെ റെസിപ്രോക്കൽ റിസൾട്ട് ആണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു റെസിപ്രോക്കൽ കൺസെപ്റ്റ് വെച്ച് മാത്രമേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. അപ്പൊ ഞാൻ ആ റെസിപ്രോക്കൽ കൺസെപ്റ്റിന് വേണ്ടി ഈ നോട്ടിലെ a/b എന്ന ഫ്രാക്ഷനെ 1/b/a എന്ന് എക്സ്പ്രസ് ചെയ്യുന്ന മെത്തേഡ് ഞാൻ യൂസ് ചെയ്യാൻ പോവുകയാണ്. cos a by 1 minus sin a/b 1/b/a എക്സ്പ്രസ് ചെയ്യുന്ന മെത്തേഡിലാണ് ഞാൻ ഇവിടെ റൈറ്റ് പാർട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. 1 minus sin a by cos a. അടുത്ത സ്റ്റെപ്പ് സ്പ്ലിറ്റ് ചെയ്യാം ഡിനോമിനേറ്റർ. 1 by cos a minus sin a by cos a. നെക്സ്റ്റ് സ്റ്റെപ്പ് 1 by cos a. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ് റെസിപ്രോക്കൽ ഇക്വേഷൻ. 1 by cos a sec a minus sin a by cos a sin theta by cos theta tan theta sin a by cos a tan a. നമ്മുടെ പ്രോബ്ലം കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിന്റെ മെത്തേഡ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത പ്രോബ്ലം റെസിപ്രോക്കൽ റിലേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. അതായത് 1/sec a plus tan a യുടെ ആൻസർ sec a minus tan a. പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. 1/sec a plus tan a യുടെ റിസൾട്ട് sec a minus tan a. അതേ ഒരു മെത്തേഡ് ആണ് വന്നിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ വന്നിരിക്കും, ഒരു അറേഞ്ച്മെന്റ് ഇട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഈ പ്രോബ്ലം റെസിപ്രോക്കൽ ആണ്. അപ്പൊ ഇതിന് കറക്റ്റ് ആൻസറിലോട്ട് കൊണ്ടുവരണമെങ്കിൽ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 into sec minus tan a കോൺജുഗേറ്റ് sec plus tan a. sec a minus tan a sec a plus tan a. 1 into sec a plus tan a sec a plus tan a. ഡിനോമിനേറ്റർ a minus b into a plus b ആണ്. a minus b into a plus b
എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഈ റിസൾട്ട് ഡിനോമിനേറ്റർ ഫോളോ ചെയ്യുമ്പോൾ സീക്ക് എ മൈനസ് ടാൻ എ ഇൻറ്റു സീക്ക് എ പ്ലസ് ടാൻ എ സീക്ക് സ്ക്വയർ എ മൈനസ് ടാൻ സ്ക്വയർ എ സീക്ക് എ പ്ലസ് ടാൻ എ by sec square theta minus tan square theta, sec square theta minus tan square theta identity, answer 1. Using the identity in the denominator, sec square a minus tan square a, answer 1. Therefore we get the final answer sec a plus tan a, which is RHS. നിങ്ങൾക്ക് ഇതേ മെത്തേഡിൽ തന്നെ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഞാനൊരു വർക്കൗട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് തരികയാണ്. ഇതേ മെത്തേഡിൽ ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് sin a by 1 plus cos a equal to cosec a മൈനസ് കോട്ട് കെ. നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. ഇനി ഇപ്പോൾ പറഞ്ഞ കൺസെപ്റ്റും അതിൻ്റെ കൂടെ സം ഐഡിയാസും കൂടെ ചേർന്ന വേറെ പ്രൂവ് ദാറ്റ് ആണ്. ഇപ്പോൾ പറഞ്ഞ കൺസെപ്റ്റും സം ഐഡിയാസും കൂടെ ചേർന്ന വേറെ പ്രോബ്ലം. ക്വസ്റ്റ്യൻ prove that sin a into tan a by 1 minus cos a equal to 1 plus sec. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രാക്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉണ്ട്. അതായത് എ ബി ബൈ സി റിട്ടൺ ആസ് എ ബൈ സി ഇൻറ്റു ബി. എ ബി ബൈ സി റിട്ടൺ ആസ് എ ബൈ സി ഇൻറ്റു ബി. അതേ മെത്തേഡിൽ എൽ എച്ച് എസിനെ ഒന്ന് അറേഞ്ച് ചെയ്താൽ ബാക്കിയെല്ലാം പ്രീവിയസ് പ്രോബ്ലം മെത്തേഡ് തന്നെയാണ്. എൽ എച്ച് എസ് ബിക്കംസ് സൈൻ എ by 1 minus cos a, ab by c into tan a, sin a by 1 minus cos a into tan a written as sin a by cos a. Tan a written as sin a by cos a. Next step, sin a into sin a. X into x square ആയതുകൊണ്ട് sin a into sin a sin square a by 1 minus cos a into 1 by cos a. അടുത്ത സ്റ്റെപ്പ്, ഇവിടെ ഒരു ഐഡന്റിറ്റി ന്യൂമറേറ്റർ വന്ന് കയറിയിട്ടുണ്ട്. സൈൻ സ്ക്വയർ എ, സൈൻ സ്ക്വയർ തീറ്റയുടെ ഇക്വേഷൻ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റയാണ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. സൈൻ സ്ക്വയർ എ റിട്ടൺ ആസ് 1 മൈനസ് കോസ് സ്ക്വയർ എ by 1 minus cos a into 1 by cos a. Next step, 1 minus cos square a in the form a square minus b square. A square minus b square, a minus b into a plus b. Therefore, 1 minus cos square a written as 1 plus cos a into 1 minus cos a. 1 plus cos a into 1 minus cos a
the whole divided by 1 minus cos A into 1 by cos A. 1 minus cos A cancel. We get the answer 1 plus cos A by cos A. One plus cos A by cos A. ഇനി ഒന്ന് സ്പ്ലിറ്റ് ചെയ്തേ. 1 by cos A plus cos A by cos A. 1 by cos A sec A plus cos A by cos A cancel 1. We get RHS. ഈ പ്രൊസീജിയർ തന്നെ വർക്കൗട്ട് ചെയ്യാനുള്ള അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വരികയാണ്. Prove that cos theta into cot theta by 1 plus sin theta equal to cosec theta minus 1. ഇതേ പ്രൊസീജിയർ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. LHSലെ cos theta into cot theta by 1 plus sin theta AB by C equal to A by C into B ഫോമിൽ എക്സ്പ്രസ് ചെയ്യും. cos theta by 1 plus sin theta into cot theta. cot theta cos theta by sin theta എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ എങ്ങനെയാണോ ചെയ്തത് അതേ മെത്തേഡിൽ തന്നെ ആൻസർ വരും. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ prove that 1 minus cos square A by 1 plus sin A equal to sin A. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നിങ്ങൾക്ക് ആ LHS പാർട്ട് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് ഓൾറെഡി ഒരു ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒറ്റ ഒരു ഐഡന്റിറ്റി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് വരാം. LHS becomes 1 minus cos square A by 1 plus sin A. There exists identity only one term. One in identity use in a cos square theta identity use here. Cos square theta written as 1 minus sin square theta. Cos square theta written as 1 minus sin square theta. Therefore, cos square A written as 1 minus sin square A by 1 plus sin A. ഇനി അടുത്തതായിട്ട് ഉള്ള സ്റ്റെപ്പ് ന്യൂമറേറ്റർ A സ്ക്വയർ മൈനസ് B സ്ക്വയർ ഫോമാണ്. ന്യൂമറേറ്റർ A സ്ക്വയർ മൈനസ് B സ്ക്വയർ ഫോമാണ്. A സ്ക്വയർ മൈനസ് B സ്ക്വയർ written as A minus B into A plus B. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ന്യൂമറേറ്റർ 1 മൈനസ് സൈൻ സ്ക്വയർ A ആണ്. 1 മൈനസ് സൈൻ സ്ക്വയർ A. 1 മൈനസ് സൈൻ സ്ക്വയർ A മീൻസ് 1 സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ A. 1 മൈനസ് സൈൻ A into 1 പ്ലസ് സൈൻ A. ഇതങ്ങോട്ട് ഇവിടെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസലേഷൻ ഹോൾഡ് ചെയ്യും. One plus sin A, 1 plus sin A cancel. We get the answer 1 minus കൊണ്ട് bracket open ചെയ്യുക. Minus 1 minus into minus plus sin A. Minus use ചെയ്ത് bracket open ചെയ്യുക. Minus 1 minus into minus plus sin A. 1 minus 1 cancel sin A. We get the answer. നെക്സ്റ്റ് പ്രോബ്ലം പുതിയൊരു കൺസെപ്റ്റാണ്. പുതിയൊരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ സ്ക്വയർ റൂട്ടുകളെ എങ്ങനെ എലിമിനേറ്റ് ചെയ്ത് RHSലോട്ട് വരാം. സ്ക്വയർ റൂട്ടുകളെ എങ്ങനെ എലിമിനേറ്റ് ചെയ്ത് RHSലോട്ട് പോകാം. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ.
Question. Prove that square root of 1 plus sin A by 1 minus sin A equal to sec A plus tan A. ഈ ഒരു ക്വസ്റ്റ്യന്റെ ഹിന്റ് പ്രോബ്ലം സ്ക്വയർ റൂട്ട് പ്രോബ്ലം ആണ്. സ്ക്വയർ റൂട്ട് എലിമിനേറ്റ് ചെയ്യണം. ഈ സ്ക്വയർ റൂട്ട് എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യം ഇവിടെ സ്ക്വയർ റൂട്ട് എലിമിനേറ്റ് ചെയ്യുകയും ന്യൂമറേറ്റർ ആണോ ഡിനോമിനേറ്റർ ആണോ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കണം. ഈ ക്വസ്റ്റ്യന്റെ RHS പാർട്ടിൽ ഡിനോമിനേറ്റർ 1 ആയിട്ട് മാറുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഡിനോമിനേറ്റർ ഇല്ലാതിരിക്കുകയും ചെയ്യണം, സ്ക്വയർ റൂട്ട് എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യണം. അതാണ് അതിന്റെ കൺസെപ്റ്റ്. അപ്പൊ അതിനുവേണ്ടി ചെയ്യുന്ന മെത്തേഡ് ഡിനോമിനേറ്റർ ആബ്സെന്റ് ആയിട്ട് വരണം, അല്ലെങ്കിൽ 1 ആയിട്ട് വരണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് വേണം യൂസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം. സ്ക്വയർ റൂട്ട് എലിമിനേറ്റ് ചെയ്യണം, അതിനോടൊപ്പം തന്നെ ഡിനോമിനേറ്റർ 1 ആകണം, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ആബ്സെന്റ് ആണോ എന്നും കൂടെ പറയണം. അങ്ങനെയാണ് വരുന്നതെങ്കിൽ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് യൂസ് ചെയ്യണം. ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എ മൈനസ് ബിയുടെ കോൺജുഗേറ്റ് എ പ്ലസ് ബി, എ പ്ലസ് ബിയുടെ കോൺജുഗേറ്റ് എ മൈനസ് ബി. ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് 1 മൈനസ് സൈൻ എയുടെ കോൺജുഗേറ്റ് 1 പ്ലസ് സൈൻ എ. ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് യൂസ് ചെയ്ത് ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഡിനോമിനേറ്ററിനെ കോൺജുഗേറ്റ് യൂസ് ചെയ്ത് ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ എങ്കിൽ മാത്രമേ വാല്യൂവിന് ചേഞ്ച് വരാതിരിക്കത്തുള്ളൂ. ഇനി നമ്മൾ ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ഒന്നും ചെയ്യാൻ പോകരുത്. സ്ക്വയർ റൂട്ട് എലിമിനേറ്റ് ചെയ്യുക, അതാണ് നമ്മുടെ ഗെയിം. എക്സ് ഇൻറ്റു എക്സ് റിട്ടേൺ ആസ് എക്സ് സ്ക്വയർ. സ്ക്വയർ റൂട്ട് ഓഫ് എ ബൈ ബി റിട്ടേൺ ആസ് സ്ക്വയർ റൂട്ട് എ ബൈ സ്ക്വയർ റൂട്ട് ബി. എക്സ്പാൻഷൻ ചെയ്യരുത്, ഈ മെത്തേഡ് ഫോളോ ചെയ്യുക. എക്സ് ഇൻറ്റു എക്സ് റിട്ടേൺ ആസ് എക്സ് സ്ക്വയർ. സ്ക്വയർ റൂട്ട് ഓഫ് എ ബി, എ ബൈ ബി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ബി. ഞാൻ സ്ക്വയർ റൂട്ട് ഓഫ് എ ബൈ ബി റിട്ടേൺ ആസ് സ്ക്വയർ റൂട്ട് എ ബൈ സ്ക്വയർ റൂട്ട് ബിയും ചെയ്യും. എക്സ് ഇൻറ്റു എക്സ് റിട്ടേൺ ആസ് എക്സ് സ്ക്വയറും ചെയ്യും. 1 plus sin A into 1 plus sin A. A number into itself, its square. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ. അപ്പോൾ 1 plus sin A into 1 plus sin A, 1 plus sin A the whole square. All divided by square root of denominator. നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന കൺസെപ്റ്റ് തന്നെയാണ് a minus b into a plus b. a minus b into a plus b is a square minus b square. 1 square minus sin square. 8th 9th ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ. ആൻസർ എ ആണ്. അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്ററിന്റെ ആൻസർ 1 പ്ലസ് സൈൻ എ നമുക്ക് കിട്ടും. ബട്ട് ഇൻ ദ ഡിനോമിനേറ്റർ inside the square root exist the identity. ഡിനോമിനേറ്ററിൽ സ്ക്വയർ റൂട്ടിന്റെ ഇൻസൈഡ് നമുക്ക് സ്ക്വയർ റൂട്ടിന്റെ റിസൾട്ട് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അവരുടെ ഐഡന്റിറ്റി ആണ് വന്നേക്കുന്നത്. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. ഇത് വേണം യൂസ് ചെയ്യേണ്ടത്. 1 മൈനസ് സൈൻ സ്ക്വയർ എ കോസ് സ്ക്വയർ എ. ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഡിനോമിനേറ്റർ റൂട്ട് എ സ്ക്വയർ ഫോമുല വന്നേക്കുന്നു. റൂട്ട് എ സ്ക്വയറിന്റെ ആൻസർ എ ആയതുകൊണ്ട് റൂട്ട് ഓഫ് കോസ് സ്ക്വയർ എയുടെ ആൻസർ കോസ് എ ആണ്. 1 പ്ലസ് സൈൻ എ ബൈ കോസ് എ. സോ ആൻസർ 1 ബൈ കോസ് എ സ്പ്ലിറ്റ് ചെയ്യണം പ്ലസ് സൈൻ എ ബൈ കോസ് എ. 1 ബൈ കോസ് എ സീക്ക് എ. Reciprocal equation. Sin A by cos A, quotient equation. Sin theta by cos theta tan theta. Sin A by cos A tan A. We get RHS. ഞാൻ ഒന്നും കൂടെ പറയാണ്.
സ്ക്വയർ റൂട്ട് പ്രോബ്ലം വരുമ്പോൾ സ്ക്വയർ റൂട്ട് എലിമിനേറ്റ് ചെയ്യണം. എലിമിനേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് RHS ടേം ഡിനോമിനേറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. ഡിനോമിനേറ്റർ ആബ്സെന്റ് ആണെങ്കിൽ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് യൂസ് ചെയ്ത് വേണം ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ. ബാക്കിയെല്ലാം 9th 8th ക്ലാസ്സുകൾ പഠിക്കുന്ന ഒരു മെത്തേഡ് മാത്രമാണ്. ഇതേ മെത്തേഡിലുള്ള ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. Question: prove that square root of 1 minus cos A by 1 plus cos A equal to cosec A minus cot A. ഇവിടെ നമ്മൾ പ്രീവിയസ് പ്രോബ്ലത്തിന്റെ മെത്തേഡ് തന്നെ ഞാൻ പറയണം. സ്ക്വയർ റൂട്ട് എലിമിനേറ്റ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ RHSല് ഡിനോമിനേറ്റർ ചെക്ക് ചെയ്യണം. ഡിനോമിനേറ്റർ ആബ്സെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ടിന്റെ ഇൻസൈഡിലുള്ള ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് പ്രൊസീജിയർ. സ്ക്വയർ റൂട്ട് ഓഫ് 1 minus cos A by 1 plus cos A. ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് യൂസ് ചെയ്ത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് 1 പ്ലസ് കോസ് എയുടെ കോൺജുഗേറ്റ് 1 മൈനസ് കോസ് എ. ഇത് യൂസ് ചെയ്ത് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം. സ്ക്വയർ റൂട്ട് ഓഫ് ന്യൂമറേറ്റർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എ നമ്പർ ഇൻറ്റു ഇറ്റ് സെൽഫ് ആണ്. എ നമ്പർ ഇൻറ്റു ഇറ്റ് സെൽഫ് ആണെങ്കിൽ അതിന്റെ തന്നെ സ്ക്വയറേ വരത്തുള്ളൂ. അതേപോലെ തന്നെ റൂട്ട് ഓഫ് എ ബൈ ബി റിട്ടേൺ ആസ് റൂട്ട് എ ബൈ റൂട്ട് ബി. സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എ ഇൻറ്റു 1 മൈനസ് കോസ് എ ഇറ്റ് സ്ക്വയർ 1 മൈനസ് കോസ് എ ദ ഹോൾ സ്ക്വയർ ബൈ square root of in the denominator a plus b into a minus b. A plus b into a minus b, a square minus b square. Previous problem തന്നെ പറഞ്ഞു square root of a square a ആണ്. Square root of 1 minus cos a the whole square 1 minus cos a. Square root of 1 minus cos a the whole square 1 minus cos a. Whole divided by square root of in the denominator inside the square root exists the identity 1 minus cos square theta. 1 minus cos square theta answer sin square theta. Therefore 1 minus cos square a is sin square a. 1 minus cos a divided by square root of a square a, therefore square root of sin square a is sin a. ഇനി ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കി നിങ്ങൾ. 1 by sin a മൈനസ് cos a by sin a. 1 by sin a cosec a മൈനസ് cos a by sin a quotient equation cos theta by sin theta cot theta. Therefore cos a by sin a cot a. ഇപ്പോൾ സ്ക്വയർ റൂട്ട് എലിമിനേറ്റ് ചെയ്യുകയും ഡിനോമിനേറ്റർ ആബ്സെന്റ് ആവുകയും ചെയ്യുന്ന പ്രോബ്ലം ആയിരുന്നു. ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യണം, ഡിനോമിനേറ്റർ പ്രസന്റും ആയിരിക്കും. Question: prove that square root of 1 minus cos a by 1 plus cos a equal to sin a by 1 plus cos a. ഈ ക്വസ്റ്റിന് RHS ടേം നിങ്ങൾക്ക് ഓൾറെഡി തന്നെ മനസ്സിലായി കാണും. ഡിനോമിനേറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്.
ഡിനോമിനേറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, സ്ക്വയർ റൂട്ടിനെ എലിമിനേറ്റും ചെയ്യണം. അപ്പൊ അവിടെ വരുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രോബ്ലത്തില് ഡിനോമിനേറ്റർ ആബ്സെന്റ് ആയിരുന്നു. അപ്പൊ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ടാണ് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഡിനോമിനേറ്റർ പ്രസന്റ് ആണ്. ഡിനോമിനേറ്റർ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ആണ്. ഒന്നുകൂടെ ഞാൻ പറയാം. ഡിനോമിനേറ്റർ ആബ്സെന്റ് ആയാൽ സ്ക്വയർ റൂട്ട് എലിമിനേറ്റ് ചെയ്യുന്ന പ്രോബ്ലത്തിൽ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ആണ്. ഡിനോമിനേറ്റർ പ്രസന്റ് ആയാൽ ന്യൂമറേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ആണ്. ഇവിടെ ന്യൂമറേറ്ററിന്റെ കോൺജുഗേറ്റ് 1 മൈനസ് കോസ് എ യുടെ കോൺജുഗേറ്റ് 1 പ്ലസ് കോസ് എ. ഇത് യൂസ് ചെയ്ത് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി പ്രീവിയസ് പ്രോബ്ലം മെത്തേഡ് തന്നെ, വേറെ ചേഞ്ച് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. സ്ക്വയർ റൂട്ട് ഓഫ് എ ബൈ ബി എടുക്കണം, സ്ക്വയർ റൂട്ട് ഓഫ് എ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ബി. സ്ക്വയർ റൂട്ട് ന്യൂമറേറ്റർ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. Therefore 1 minus cos a into 1 plus cos a, 1 square minus cos square a by denominator a number into itself ആണ്. a number into itself ആണെങ്കിൽ ആ നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കും. അതേ മെത്തേഡ് തന്നെ 1 plus cos a into 1 plus cos a, 1 plus cos a the whole square. ഇനി സ്ക്വയർ റൂട്ട് ഇൻസൈഡ് വന്നേക്കുന്ന ന്യൂമറേറ്റർ ഐഡന്റിറ്റി ആണ്. സ്ക്വയർ റൂട്ട് ഇൻസൈഡ് എക്സിസ്റ്റ് ചെയ്തേക്കുന്നത് ഐഡന്റിറ്റി ആണ്, ന്യൂമറേറ്റർ പാർട്ട്. 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ, 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ. റൂട്ട് ഓഫ് എ സ്ക്വയർ ആൻസർ എ ആണ്. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് എ ദ ഹോൾ സ്ക്വയർ, ആൻസർ 1 പ്ലസ് കോസ് എ. പ്രീവിയസ് പ്രോബ്ലത്തിൽ നമ്മൾ ഇതേപോലെ ചെയ്തായിരുന്നു. സ്ക്വയർ റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ, സോറി തീറ്റ അല്ല എ ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ എ സൈൻ എ by 1 plus cos a. We get RHS. ഇതേ മോഡൽ പ്രോബ്ലം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക്ഔട്ട് ആയിട്ട് തരാം. പ്രൂവ് ദാറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് 1 minus sin a by 1 plus sin a equal to cos a by 1 plus sin a. ഈ ക്വസ്റ്റ്യനും പ്രീവിയസ് പ്രോബ്ലം മെത്തേഡ് തന്നെയാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഒന്നും കൂടെ അതിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. സ്ക്വയർ റൂട്ട് എലിമിനേറ്റ് ചെയ്യണം, ഡിനോമിനേറ്റർ പ്രസന്റ് ചെയ്യുന്നുണ്ട്. സ്ക്വയർ റൂട്ട് എലിമിനേറ്റ് ചെയ്യും, ഡിനോമിനേറ്റർ പ്രസന്റ് ചെയ്യും ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ടിന്റെ ഇൻസൈഡ് ന്യൂമറേറ്ററിന്റെ കോൺജുഗേറ്റ് യൂസ് ചെയ്ത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബാക്കി എല്ലാ മെത്തേഡും സ്ക്വയർ റൂട്ട് എലിമിനേറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ അനുസരിച്ച് ചെയ്താൽ മതി. ഇനി നമ്മൾ പ്രൂവ് ദാറ്റിന്റെ നെക്സ്റ്റ് ഒരു കൺസെപ്റ്റിലേക്ക് പോവുക. ഒരു എക്സ്പാൻഷൻ മെത്തേഡാണ്. Prove that cos A plus sin A the whole square plus cos A minus sin A the whole square equal to 2. ഇതിന്റെ LHS പാർട്ട് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം a plus b the whole square, a square plus b square plus 2ab. സെക്കൻഡ് ടൈം ചെക്ക് ചെയ്താൽ കാണാം a minus b the whole square,
എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. ജസ്റ്റ് ഈ ഒരു എക്സ്പാൻഷൻ മാത്രം യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഐഡന്റിറ്റി ഇട്ടും ആൻസർ ആവും. LHSന്റെ ഫസ്റ്റ് ടേം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ റൈറ്റ് പാർട്ട് അപ്ലൈ ചെയ്താൽ മാത്രമേ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. കോസ് എ പ്ലസ് സൈൻ എ ദ ഹോൾ സ്ക്വയർ. കോസ് എ ആണ് എയുടെ പ്ലേസ് വന്നിരിക്കുന്നത്, സൈൻ എ ആണ് ബിയുടെ പ്ലേസ് വന്നത്. ആ റിസൾട്ട് നോക്കിയാണ് ചെയ്യുക. കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിട്ടുണ്ട് പ്ലസ് 2ab. 2ab എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു കോസ് എ ഇൻറ്റു സൈൻ എ പ്ലസ് then second term in the LHS a minus b the whole square. A minus b the whole square a square plus b square minus 2ab. അത് യൂസ് ചെയ്യുക. In the place of a becomes cos a, b becomes sin a. Cos square a plus sin square a minus 2 cos a sin a. LHS സെക്കൻഡ് ടൈം ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. ഇവിടെ ക്യാൻസൽ ആവുന്ന ടേംസുകളുണ്ട്. പ്ലസ് 2 കോസ് എ സൈൻ എയും മൈനസ് 2 കോസ് എ സൈൻ എയും ക്യാൻസൽ. ഇനി നമുക്ക് കിട്ടിയേക്കുന്ന ഫസ്റ്റ് 2 ടേംസ് ഐഡന്റിറ്റി ആണ്. നമുക്കറിയാം ഐഡന്റിറ്റി, ഫസ്റ്റ് ഐഡന്റിറ്റി സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. Therefore cos square a plus sin square a, answer 1. Cos square a plus sin square a 1. Similarly for the next 2 terms, cos square a plus sin square a identity 1. 1 plus 1 2, which is the answer. ഈ പ്രൂവ് ദാറ്റ് പ്രൊസീജിയറിനെ കണ്ടിന്യൂ ചെയ്യുന്ന സ്റ്റെപ്പ് ഇത്തിരി കൂടുതലുള്ള ഒരു പ്രോബ്ലം. Question: prove that 1 by sin a plus cos a plus 1 by sin a minus cos a equal to 2 sin a by 1 minus 2 cos square a. ഫസ്റ്റ് ടൈം ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഫ്രാക്ഷൻസിന്റെ അഡീഷനെ കുറിച്ചാണ് പറയാം. 1 by a plus 1 by b. 1 by a plus 1 by b ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് 1 into b plus 1 into a by denominators multiply. 1 by a plus 1 by b cross multiply ചെയ്തതിനു ശേഷം denominators multiply. ഇതേ പ്രൊസീജിയർ തന്നെയാണ് 1 by a minus 1 by b. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. b minus a by a. LHS ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുന്നത് അത് തന്നെ ആയിരിക്കും. LHS becomes first time cross multiplication. First crossing 1 into sin a minus cos a, sin a minus cos a plus തിരിച്ച് cross multiply ചെയ്യാം sin a plus cos a by denominators multiply. Denominators multiply on sin a plus cos a into sin a minus cos a. ഇവിടെ ടേംസ് ക്യാൻസൽ ആവുന്നുണ്ട് ന്യൂമറേറ്ററിൽ. പ്ലസ് കോസ് എ മൈനസ് കോസ് എ ക്യാൻസൽ. സൈൻ എ പ്ലസ് സൈൻ എ, എക്സ് പ്ലസ് എക്സ് 2x ആണ്. sin a plus sin a 2 sin a. ഡിനോമിനേറ്റർ നമ്മൾ സ്ഥിരം ഡിസ്കസ് ചെയ്യുന്നതാണ് തന്നെ a plus b into a minus b ആണോ നോക്കുന്നത്.
a plus b into a minus b, a square minus b square. Prove that ഇതിന്റെ RHS പാർട്ട് ചെക്ക് ചെയ്താൽ ഡിനോമിനേറ്റർ only exist cos. ഡിനോമിനേറ്ററിന്റെ RHS പാർട്ട് ചെക്ക് ചെയ്താൽ ഡിനോമിനേറ്ററിൽ കോസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഡിനോമിനേറ്ററിൽ സൈൻ സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ വന്നേക്കാം. അപ്പൊ നമുക്ക് ഈ സൈൻ സ്ക്വയർ ഇല്ലാതാക്കണം. സൈൻ സ്ക്വയർ ഇല്ലാതാക്കണമെങ്കിൽ സൈൻ സ്ക്വയർ ഐഡന്റിറ്റി കൊടുത്താൽ മതി. സൈൻ സ്ക്വയർ തീറ്റയുടെ ഐഡന്റിറ്റി 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. So 2 sin A by sin square identity 1 minus cos square I minus cos square I. So answer 2 sin A by 1 minus cos square A minus cos square A minus 2 cos square A. Reason minus A minus A. സെയിം വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്തിട്ട് അതേ സൈൻ തന്നെ യൂസ് ചെയ്യുന്നത്. സെയിം വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്തിട്ട് അതേ സൈൻ തന്നെ യൂസ് ചെയ്യുന്നത്. മൈനസ് കോസ് സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ എ മൈനസ് 2 കോസ് സ്ക്വയർ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Prove that sin A plus cos A by sin A minus cos A plus sin A minus cos A by sin A plus cos A equal to 2 by 2 sin square A minus 1. ഡിനോമിനേറ്റർ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സൈൻ എ മൈനസ് കോസ് എ, സൈൻ എ പ്ലസ് കോസ് എ എല്ലാ ടെസ്റ്റിലും. ഈ മെത്തേഡ് ഡിസ്കസ് ചെയ്യുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്രോസിങ് സൈൻ എ പ്ലസ് കോസ് എ ഇൻറ്റു സൈൻ എ പ്ലസ് കോസ് എ ആണോ ഇങ്ങനെ. അതേപോലെ തന്നെ സെക്കൻഡ് ക്രോസിങ് ഇങ്ങനെ വരും. LHS becomes sin a plus cos a into sin a plus cos a. Sin a plus cos a into sin a plus cos a into a form ആണ്. A into a square. Therefore, first crossing sin a plus cos a into sin a plus cos a. Sin a plus cos a the whole square plus the second crossing ഇതേ പ്രൊസീജിയർ തന്നെ. sin a minus cos a into sin a minus cos a. sin a minus cos a the whole square. Next step by use ചെയ്ത് denominator multiply ചെയ്യും. ഇപ്പൊ നമുക്ക് കാണാം പ്രീവിയസ് ക്വസ്റ്റ്യന്റെ പ്രൊസീജിയർസ് വന്നേക്കുന്നു. ന്യൂമറേറ്റർ ഇതിന് തൊട്ട് മുമ്പ് ചെയ്തൊരു മെത്തേഡ് തന്നെ എക്സ്പാൻഷൻ ആണ്. ഡിനോമിനേറ്റർ ജസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ മെത്തേഡ്. ന്യൂമറേറ്റർ എക്സ്പാൻഡ് ചെയ്യാം. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab 2 sin a cos a പ്ലസ് അടുത്തത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ മൈനസ് 2ab 2 sin a cos a
ബൈ ഡിനോമിനേറ്റർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. എപ്പോഴും ഡിസ്കസ് ചെയ്യാറില്ല. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ ക്യാൻസലേഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. 2 sin a cos a യും മൈനസ് 2 sin a cos a യും ക്യാൻസൽ ആവും. sin സ്ക്വയർ a പ്ലസ് cos സ്ക്വയർ a 1 പ്ലസ് sin സ്ക്വയർ a പ്ലസ് cos സ്ക്വയർ a 1 ബൈ ഡിനോമിനേറ്റർ പ്രീവിയസ് പ്രോബ്ലം മെത്തേഡ് ആണ്. പ്രീവിയസ് പ്രോബ്ലത്തിൽ ഡിനോമിനേറ്ററിൽ കോസ് മാത്രം എക്സിസ്റ്റ് ചെയ്തിരുന്നു. ഇവിടെ വന്നേക്കുന്ന ഡിനോമിനേറ്ററിൽ സൈൻ മാത്രമാണ്. അപ്പൊ ആരെ ഇല്ലാതാക്കണം? കോസിനെ ഇല്ലാതാക്കണം. കോസിനെ ഇല്ലാതാക്കണം. കോസ് സ്ക്വയർ തീറ്റയുടെ ഐഡന്റിറ്റി കൊടുത്താൽ മതി. കോസ് സ്ക്വയർ തീറ്റയുടെ ഐഡന്റിറ്റി 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഐഡന്റിറ്റി യൂസ് ചെയ്യാം. സൈൻ സ്ക്വയർ എ കോസ് സ്ക്വയർ എയുടെ ഐഡന്റിറ്റി 1 മൈനസ് സൈൻ സ്ക്വയർ എ. ഇങ്ങനെ എഴുതുമ്പോൾ അത് തെറ്റാണ്. ആഫ്റ്റർ ദ മൈനസ് യൂസിങ് മോർ ദാൻ 1 ടേംസ് മസ്റ്റ് ആയിട്ട് ബ്രാക്കറ്റ് യൂസ് ചെയ്തിരിക്കണം. മൈനസിന് ശേഷം നിങ്ങൾ ഒന്നിൽ കൂടുതൽ ടേംസുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ബ്രാക്കറ്റ് യൂസ് ചെയ്യണം. 1 പ്ലസ് 1 ന്യൂമറേറ്റർ 2 ബൈ സൈൻ സ്ക്വയർ എ മൈനസ് യൂസ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. അതേസമയം ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ, മിഡിൽ പ്ലസ് ആയിരുന്നെങ്കിൽ മോർ ദാൻ 1 ടേംസ് എഴുതുമ്പോൾ ബ്രാക്കറ്റ് യൂസ് ചെയ്യണം. മൈനസ് ആണെങ്കിൽ മോർ ദാൻ 1 ടേംസ് എഴുതുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ബ്രാക്കറ്റ് യൂസ് ചെയ്യണം. ഇനി മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യണം. മൈനസ് ഇൻറ്റു 1 മൈനസ് 1 മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് സൈൻ സ്ക്വയർ. മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സ്റ്റെപ്പ് ഒന്നും കൂടെ പറയാം. മൈനസ് ഇൻറ്റു 1 മൈനസ് 1 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് സൈൻ സ്ക്വയർ 2 ബൈ സൈൻ സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് എക്സ് 2x സൈൻ സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ എ 2 സൈൻ സ്ക്വയർ മൈനസ് 1. നെക്സ്റ്റ് ഇതേപോലെ ഡിനോമിനേറ്റർ ആബ്സെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ. Prove that sec a minus tan a by sec a plus tan a equal to 1 minus 2 sec a tan a plus 2 tan square a. ഈ ക്വസ്റ്റ്യനിൽ സ്ക്വയർ റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം അല്ലേ? നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി. സ്ക്വയർ റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അപ്പൊ സ്ക്വയർ റൂട്ട് എലിമിനേറ്റ് ചെയ്യണ്ട. ബട്ട് ഇൻ ദ ഡിനോമിനേറ്റർ സി കെ പ്ലസ് ടാൻ എ RHS പാർട്ട് ചെക്ക് ചെയ്താൽ ഡിനോമിനേറ്റർ ആബ്സെന്റ്. അപ്പൊ ഡിനോമിനേറ്റർ ആബ്സെന്റ് ആണെങ്കിൽ എന്തായിരിക്കും പ്രൊസീജിയർ? ഡിനോമിനേറ്ററിനെ കോൺജുഗേറ്റ് യൂസ് ചെയ്ത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യും. നമുക്ക് അതിലോട്ട് പോവാം. LHS becomes sec a minus tan a by sec a plus tan a. Once more, നമ്മുടെ RHS പാർട്ടിൽ ഡിനോമിനേറ്റർ ആബ്സെന്റ് ആണ്. ഡിനോമിനേറ്റർ ആബ്സെന്റ് ആയ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് യൂസ് ചെയ്ത് ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് സി കെ പ്ലസ് ടാനയുടെ കോൺജുഗേറ്റ് സി കെ മൈനസ് ടാനെ യൂസ് ചെയ്ത് ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ബാക്കിയെല്ലാം പ്രീവിയസ് പ്രോബ്ലം മെത്തേഡ് തന്നെ. a minus b into a minus b, a minus b the whole square, a number into itself, then its square. അങ്ങനെയാണെങ്കിൽ sec a minus tan a into sec a minus tan a, sec a minus tan a
ദ ഹോൾ സ്ക്വയർ. ഡിനോമിനേറ്റർ നിങ്ങൾക്ക് അറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. Denominator we get the identity sec square theta minus tan square theta. Answer 1 ആണ്. sec square theta minus tan square theta 1 ആണ്. അതുകൊണ്ട് denominator already 1 ആകും. Denominator absent. ഇനി ന്യൂമറേറ്റർ എന്ന് പറയുന്നത് RHS പാർട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഒരു എക്സ്പാൻഷൻ മെത്തേഡിലാണ്. എക്സ്പാൻഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ a minus b the whole square ആണ് അവിടെ വരുന്നത്. a minus b the whole square expansion a square plus b square minus 2ab ഇതാണ് യൂസ് ചെയ്താൽ മതി. Here a square is sec square a plus b square is tan square a plus plus അല്ല മൈനസ് ആണ് a minus b the whole square minus 2ab 2 sec a tan a. നമുക്ക് അറൗണ്ട് ആൻസറിലോട്ട് വന്നിട്ടുണ്ട്. RHS പാർട്ട് നോക്കിയില്ലേ, RHS പാർട്ടില് -2 CK tan A പ്രസന്റഡ് ആണ്, tan സ്ക്വയർ A പ്രസന്റ് ആണ്. 1 നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. 1 കിട്ടിയില്ലെങ്കിലും നമുക്ക് sec സ്ക്വയർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ sec സ്ക്വയർ തീറ്റയുടെ ഐഡന്റിറ്റി യൂസ് ചെയ്താൽ മതി. sec സ്ക്വയർ തീറ്റയുടെ ഐഡന്റിറ്റി 1 plus tan സ്ക്വയർ തീറ്റ. അപ്പൊ sec സ്ക്വയറുടെ ഐഡന്റിറ്റി എന്ത് കിട്ടും? 1 plus tan സ്ക്വയർ A plus tan square A minus 2 CK tan A. Denominator 1 യൂസ് ചെയ്യേണ്ട കാര്യമില്ല. Any number have denominator 1 എന്നാണ്. x plus x ഫോമിലാണ് വന്നത്. tan square A plus tan square A 2 tan square A. x plus x 2x. Therefore tan square A plus tan square A 2 tan square A minus 2 CK tan A. Just ഒന്ന് അറേഞ്ച് ചെയ്താൽ 1 RHS പാർട്ടിൽ എഴുതിയിരിക്കുന്ന -2 CK tan A ആണ് സെക്കൻഡ് ടൈം ആയിട്ട്. അതേപോലെ എക്സ്പ്രസ് ചെയ്യും -2 CK tan A plus 2 tan square. ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യും. അപ്പോഴത്തേക്ക് RHS കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ പഠിച്ചിട്ടുള്ള എല്ലാ മെത്തേഡും കൂടെ മിക്സ് ചെയ്ത് ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് one by 1 plus cos A plus 1 by 1 minus cos A equal to 2 cosec square A. ഈ ക്വസ്റ്റ്യൻ അത് നമ്മൾ പ്രീവിയസ് ചെയ്ത എല്ലാ മെത്തേഡ്സുകളും വരുന്നുണ്ട്. ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാം LHS ക്രോസ് മൾട്ടിപ്ലൈ ആണ്. റീസൺ 1 by A plus 1 by B ഫോം ആണ്. 1 by A plus 1 by B ഫോം വന്നു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. 1 into B B പ്ലസ് തിരിച്ച് 1 into A ബൈ ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ LHS ചെയ്യുന്നത്. LHS becomes ഫസ്റ്റ് ക്രോസിംഗ് 1 into 1 minus cos A 1 minus cos A പ്ലസ് തിരിച്ച് ക്രോസ് ചെയ്യുക 1 into 1 plus cos A 1 plus cos A. The whole divided by denominators multiply. Denominators multiply by 1 plus cos A into 1 minus cos A. ഇനി cancellation hold ചെയ്യും. Numerator cancellation minus cos A plus cos A cancel. 1 plus 1 answer 2 ആയിക്കോളും. Denominator previous problem method a plus b into a minus b a square minus b square a square minus b square 1 plus 1 2 by
1 minus cos square theta. 1 minus cos square theta. Answer sin square theta. Therefore, 1 minus cos square A is sin square A. It can be written as 2 into 1 by sin square A. It can be written as 2 into 1 by sin square A. 1 by sin A using the reciprocal equation. 1 by sin A using the reciprocal equation cosec A. 1 by sin A cosec A. Therefore, 1 by sin square A cosec square A. We get RHS. Next question. Prove that sec square A plus cosec square A equal to sec square A into cosec square A. First one, write the LHS. Sec square A plus cosec square A. We have to use the reciprocal equation on each term of LHS. Sec theta, it's a reciprocal equation 1 by cos theta. Cosec theta, it's a reciprocal equation 1 by sin theta. Therefore, sec square A written as 1 by cos square A. Just to change square on the sec theta written as 1 by cos theta. Therefore, sec square A written as 1 by cos square A. Similarly, for cosec square A, 1 by sin square A. ബാക്കിയെല്ലാം പ്രീവിയസ് മെത്തേഡാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഫസ്റ്റ് ക്രോസിംഗ് 1 into sin square A, sin square A. തിരിച്ച് ക്രോസ് ചെയ്യുക 1 into cos square A, cos square A by cos square A into sin square A. Then use the first identity in numerator. Sin square theta plus cos square theta 1. Therefore, in numerator sin square A plus cos square A 1 by cos square A into sin square A. ഇനി സ്പ്ലിറ്റ് ചെയ്യാം 1 by xy written as 1 by x into 1 by y. അതേ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്താൽ 1 by cos square A into sin square A written as 1 by cos square A into 1 by sin square A. Again, we get the reciprocal equation. 1 by cos theta is sec theta. Therefore, 1 by cos square A is sec square A into 1 by sin theta cosec theta. 1 by sin square A is cosec square A. We get RHS. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ ഐഡന്റിറ്റിയും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻസും എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിയും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറും എല്ലാ റിസൾട്ടും കൂടെ വരികയും പ്രോബ്ലം ലെങ്തി ആവുകയും ചെയ്യും. ഇത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈസി പ്രോബ്ലംസ് എല്ലാം ഇത്രയേ ഉള്ളൂ, ICSE ആവും. ഇനി അടുത്ത ക്ലാസ് മുതൽ ഇത്രയും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും.